ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റെസിപ്പി ട്രൈ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. നമുക്ക് എല്ലാവർക്കും ബിരിയാണി വളരെയധികം ഇഷ്ടമാണ് അല്ലേ? പ്രത്യേകിച്ചും കുട്ടികൾക്ക് ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോൺസ് ബിരിയാണിയാണ്. പലരും പല രീതിയിലാണ് ബിരിയാണിയൊക്കെ വെക്കുന്നത്. അപ്പം ഞാനും ഒരുപാട് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഈ മസാല എല്ലാം ഇതിനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കണം. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കിയ ശേഷം 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഈ കാഷ്നട്ട് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ചൂടായി നന്നായിട്ട് വലുതായി വരുമ്പോൾ ഇതിന് കളർ വ്യത്യാസം വരും. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള നെയ്യിലേക്ക് തന്നെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് വറുത്ത് കോരി എടുക്കണം. അപ്പോൾ നമുക്കിതൊരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബ്രൗണിഷ് കളർ ആയി കഴിയുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ബാക്കി വന്ന എണ്ണയിലേക്ക് തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറുവശം കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി വരുന്ന എണ്ണ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി വരുന്ന എണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരി കുറവ് വേണ്ടവർക്ക് ഇതിൻ്റെ എമൗണ്ട് കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം അധികം ആവശ്യമില്ല, 1/2 ടീസ്പൂൺ മതി. ഈ മസാലകളെല്ലാം കൂടി ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെക്കാം. അപ്പോൾ നമ്മുടെ കറി വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് റെഡിയാക്കാം. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 3-4 ഏലക്ക, തക്കോലം, ഗ്രാമ്പൂ, കറുകപ്പട്ട, ബേ ലീവ്സ് ഇവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നെയ്യിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാം. ഒരു നാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം.
ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടേക്ക് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് കറി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾ കറിയും റൈസിനെയും ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സവാള വറുത്ത് വെച്ചിട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം. അതിന് മീതെ നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം, പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിന് മീതെ റൈസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ ലെയറായിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എമൗണ്ടിനനുസരിച്ച് നമുക്ക് ഓരോ ലെയർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കറി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത ശേഷം നമുക്ക് ടോപ്പ് ലെയറിലേക്ക് ബാക്കി വരുന്ന കറി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു കളറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാലിൽ 1 പിഞ്ച് സാഫ്രോൺ കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വരുന്ന ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എസൻസ് ഇഷ്ടമാണെങ്കിൽ എസൻസ് കൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർത്താൽ നല്ല മണം കിട്ടുന്നതാണ്. പിന്നീട് നമുക്ക് ഓരോ ലെയർ കഴിയും തോറും കുറേശ്ശെ നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവരവരുടെ ഹെൽത്തിനനുസരിച്ച് നെയ്യ് യൂസ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത ശേഷം നമുക്ക് ഈ അടപ്പ് കൊണ്ട് അടച്ച ശേഷം വീണ്ടും ഫോയിൽ പേപ്പർ ഇട്ട് ഒന്നുകൂടി ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. പിന്നീട് ഒരു 20 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോൺസ് ബിരിയാണിയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.